ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കട പോയതിൻ്റെ സങ്കടത്തിലാണ് രേവതി. ഇപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ ഇനി അത് തന്നെ ഓർത്തിരിക്കുകയൊന്നും വേണ്ട. നമ്മളിങ്ങനെ കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനേ സമയം കാണത്തുള്ളൂ. കഷ്ടപ്പാടുകൾ നമ്മെ തേടി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് വിട്ടുകളാം. നമുക്ക് നാളെ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാം. നീ ഇപ്പോൾ ആഹാരം കഴിക്കാൻ പറയും. എനിക്ക് ആഹാരം ഇറക്കത്തില്ല സച്ചിയേട്ടാ എന്ന് പറയും. നീ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കത്തില്ല, നമ്മൾ രണ്ടുപേരും പട്ടിണി കിടക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോഴത്തേന് രേവതി ഭക്ഷണം കഴിക്കുകയാണ്. സച്ചി വാരി വാരി കൊടുത്ത് സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട് രേവതി. അപ്പം രേവതി എന്നിട്ടും കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുന്ന് കഴിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ചന്ദ്രമതി ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേന് കോഫിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അടുക്കളയിലും വന്ന് നോക്കുന്നുണ്ട്, പണിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ രേവതി എവിടെ പോയെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് രേവതി എന്ന് വിളിച്ചു നടക്കുകയാണ്. അപ്പം ശ്രുതിയും ഇറങ്ങി വരുന്നുണ്ട്. അവരോടും ചോദിക്കുന്നുണ്ട്, രേവതിയെ കണ്ടോ? അവൾ ഇതുവരെ കോഫി ഇട്ട് തന്നില്ല, നിങ്ങൾക്ക് ഇട്ട് തന്നായിരുന്നു എന്ന് ചോദിക്കും. ഇല്ല ആൻറ്റി, ഞാൻ അവിടെ വന്ന് നോക്കിയതാണെന്നൊക്കെ ഉടനെ ശ്രുതിയും പറയുന്നുണ്ട്. നേരത്തേനാണ് അങ്ങോട്ട് രേവതി ടെറസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പം ശ്രുതി പറയുന്നത്, ആൻറ്റി വരുന്നുണ്ടെന്ന്. ഉടനെ തന്നെ ചന്ദ്രമതി അങ്ങോട്ട് ചെന്നിട്ട് ദേഷ്യപ്പെടുകയാണ്. നീ എന്നെ ഇത്ര നേരമായിട്ട് എഴുന്നേക്കാത്തത്, എന്നെ പണിയൊക്കെ ചെയ്യണ്ടേ? ഞങ്ങൾക്ക് ഇതുവരെ കോഫി കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പം രേവതി അങ്ങ് സങ്കടപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ല, ഞാൻ ഇന്നലെ ടെറസിലാണ് കിടന്നത് എന്നൊക്കെ പറയും. നീ എവിടെ കിടക്കുന്നോ എഴുന്നേക്കുന്നോ എന്നുള്ളതൊന്നും അല്ല, നീ ഇതുവരെയും ഹാളിലല്ലേ കിടന്നിരുന്നേ, പിന്നെ നീ എന്തിനാ പോയി ടെറസിൽ കിടക്കാൻ പോയത്? ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾക്ക് ഇതുവരെ കോഫി കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറയും. നിങ്ങൾക്കൊരു കോഫി ഒരു ദിവസത്തേക്കെങ്കിലും ഇട്ട് കുടിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതിക്കൊക്കെ ദേഷ്യം വരും. അവർക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾക്കൊക്കെ ഒന്നും അത് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി. എന്തായാലും വർഷയ്ക്കും ശ്രുതിക്കും ഒന്നും പണിയുള്ളതാ രണ്ടുപേരും. അതുകൊണ്ട് അവർക്ക് ജോലിക്ക് പോകണ്ട. നീ രാവിലെ എണീറ്റ് വന്ന് വല്ല പണിയും ചെയ്ത് വീട്ടിലെ അടുക്കള പണിയൊക്കെ തീർക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന സച്ചി അപ്പം ചോദിക്കുന്നുണ്ട്, അതെന്താ ഇവൾ മാത്രം ചെയ്താലേ വീട്ടിലെ പണി തീരത്തുള്ളൂ? നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്തുകൂടെ? നിങ്ങളുടെ മറ്റു മരുമക്കളെ അങ്ങോട്ട് വിളിച്ചാൽ എന്നാ കുഴപ്പം? ഇവർക്കൊക്കെ ചെയ്താൽ എന്നാ വള ഉരി പോകുമോ എന്നൊക്കെ ചോദിക്കും. അന്നേരത്തേന് ചന്ദ്രമതി പറയും, നിൻ്റെ ഭാര്യയെ പോലെ ഒരു പണിയില്ലാതിരിക്കുകയൊന്നും അല്ല എൻ്റെ മരുമക്കൾ, അവർക്കൊക്കെ നല്ല അന്തസ്സായ ജോലിയുള്ളതാണ്. അതുകൊണ്ട് ഇവൾ തന്നെ ഈ വീട്ടിലെ പണിയെല്ലാം ചെയ്ത് തീർക്കണം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് കുറ്റപ്പെടുത്തുകയാണ് രേവതിയെ. ഞാൻ ആഹാരമൊന്നും ഉണ്ടാക്കി തരില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ആഹാരം ഉണ്ടാക്കി തരാം, ഇച്ചിരി താമസിക്കും എന്നല്ലേ ഉള്ളൂ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ നടക്കാൻ പോയിട്ടുണ്ട്, അദ്ദേഹം വരുമ്പോഴും ഇതുപോലൊക്കെ തന്നെ പറഞ്ഞേക്കണമെന്ന് പറയും. അപ്പോഴത്തേന് അടുക്കളയിലോട്ട് പോകാൻ തുടങ്ങുന്ന രേവതിയെ തടഞ്ഞു നിർത്തിയിട്ട് സച്ചി പറയുന്നുണ്ട്, നീ അവിടെ നിൽക്കുക, ഇവർക്കൊക്കെ എന്നാ ആഹാരം ഉണ്ടാക്കിയാൽ നീ അച്ഛൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഇവരുടെ ആരുടെ ആഹാരത്തിൻ്റെ കാര്യം നീ ശ്രദ്ധിക്കേണ്ടെന്ന്. അപ്പോഴത്തേന് ശ്രുതി പറയുന്നുണ്ട്, ഞങ്ങൾക്കുള്ള ആഹാരം ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം, ഇവിടെ ആരും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണ്ട, വാ ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതിയും വിളിച്ചോണ്ട് അങ്ങ് പോവും. അന്നേരം ചന്ദ്രമതിക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്, രേവതിക്ക് ഇത്രയും സങ്കടമൊക്കെ മുഖത്ത് കാണുമ്പോഴത്തേന്. അന്നേരത്തേന് രേവതി താഴേക്ക് അങ്ങ് ഇറങ്ങിപ്പോകും. അന്നേരത്തേന് സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് ചന്ദ്രമതിയുടെ സന്തോഷമൊക്കെ. എന്നിട്ട് തിരിഞ്ഞു വന്ന് നോക്കുന്ന പറഞ്ഞാൽ ചന്ദ്രമതി പെട്ടെന്ന് മുഖം മാറ്റി നിൽക്കും. എന്നിട്ട് സന്തോഷിച്ചിങ്ങനെ നിൽക്കുകയാണ്. രേവതിയുടെ പൂക്കട അടഞ്ഞു പോയി, ഇനി അവൾ അടുക്കളക്കാരിയായിട്ട് തന്നെ നിന്നോളൂല്ലോ എന്നൊക്കെ ഓർത്ത്. പിന്നീട് സച്ചി പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങി വരുമ്പോഴത്തേന് രേവതി അടുക്കളയിൽ പണിയാണ്. ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വന്നെന്ന് പറയുന്നുണ്ട്, കുരുവി എന്തായാലും കുരുവി തന്നെയാണ്, എത്ര പൊക്കത്തിൽ പറക്കാൻ ശ്രമിച്ചാലും അത് പരുന്തൊന്നും ആകത്തില്ല, ഇവക്കൊക്കെ ഈ അടുക്കളയിൽ പണി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഇവക്കൊന്നും നന്നാകാനുള്ള ഒരു ഇതൊന്നും ദൈവം കൊടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അടിച്ച് താത്ത് സംസാരിക്കുകയാണ് രേവതിയെ. അപ്പോഴത്തേനുടനെ സച്ചി പറയും, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും കുരുവി ഇരിക്കുന്നിടത്ത് പരുന്തിനിരിക്കാൻ പറ്റത്തില്ല, കുരുവിക്ക് കുരുവിയുടേതായ ജീവിതം കെട്ടിപ്പൊക്കാനായിട്ട് പറ്റും, അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ട കേട്ടോ എന്ന് പറയും. പുറത്തേക്ക് സച്ചി പോകാൻ ഇറങ്ങി വരുമ്പോഴാണ് രവീന്ദ്രൻ കയറി വരുന്നത്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോനെ കോർപ്പറേഷനിൽ ചെന്നൊന്ന് തിരക്കണ്ടേ, ഞാനിവിടെ വരാം എന്നൊക്കെ പറയും. വേണ്ട അച്ഛൻ, ഞാൻ ചെന്ന് തിരക്കിക്കോളാം, ആ പൂക്കട തിരിച്ചു കിട്ടുമോ നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആരോ പരാതി കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത്, മോൻ ആരെയും സംശയം ഉണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് ഈ വീട്ടിലുള്ളവരെ തന്നെ സംശയം, പക്ഷേ തെളിവില്ലാതെ കൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്, എന്തെങ്കിലും തെളിവ് എൻ്റെ കയ്യിൽ ഒരു ദിവസം കിട്ടുന്ന ദിവസം ഞാൻ എൻ്റെ സ്വഭാവം തനി സ്വഭാവം ഞാൻ കാണിക്കുമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ നീ പുറത്തേക്ക് പോകുമ്പോൾ രേവതിയെ കൂടെ കൊണ്ടുപോകും, അവൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ടവളല്ല, അവളെ നീ ഒരു ജോലിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവളെ സ്വന്തം കാലിൽ നിർത്തണമെന്നൊക്കെ പറയും. എന്തൊക്കെയായെന്ന് പറഞ്ഞാലും ഞാൻ അവളെ വിഷമിപ്പിക്കില്ല അച്ഛാ, അവളെ ഞാൻ താലി കെട്ടിയതല്ലേ, അതുകൊണ്ട് അവളുടെ സങ്കടം എപ്പോഴും എൻ്റെയും സങ്കടമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങ് ഇറങ്ങി പോവുകയാണ്. സച്ചി സ്റ്റാൻഡിൽ ചെല്ലുമ്പോഴത്തേന് കൂട്ടുകാർ മഹേഷൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അവർക്ക് ഓട്ടോ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴത്തേന് സച്ചി ഇറങ്ങി വന്നിട്ട് ചോദിക്കും, എന്താ നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കും. ഓട്ടോ ഒന്നും ഇല്ലെന്ന് ചോദിക്കും. ഞങ്ങൾക്ക് ഓട്ടോ ഒന്നും ഇല്ലടാ, നീ ഓട്ടം കഴിഞ്ഞ് വന്നാണെന്ന്
പോകണമെന്ന് ചോദിക്കും. എവിടുന്ന്? എനിക്ക് ഓട്ടം പോകാനുള്ള ഒരു മനസ്സൊന്നുമില്ല, ഇപ്പോൾ ആകെ ടെൻഷനിലാന്നൊക്കെ പറയും. എന്താ കാര്യമെന്ന് ചോദിക്കും. പറയും, ഞാൻ രേവതിക്ക് ഒരു പൂക്കട ഇട്ട് കൊടുത്തിരുന്നല്ലോ, ആ പൂക്കട കോർപ്പറേഷൻകാർ എടുത്തുകൊണ്ട് പോയെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഇവർ ഞെട്ടുന്നുണ്ട്. ഇവർ ചോദിക്കും, എന്താ അതാരാ അങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ ചോദിക്കും. ഉടനെ പറയും, ആരോ പരാതി കൊടുത്തതാ. എനിക്ക് സംശയം എൻ്റെ വീട്ടിലുള്ളവരെ തന്നെയാണ്. ഒരു തെളിവില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അതൊന്നും പറയാത്തത്. പക്ഷേ ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ ചെന്നിട്ട് അവരോട് തിരക്കിയായിരുന്നു. പക്ഷേ അവരത് വിട്ടു തരത്തില്ല, പെർമിഷൻ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും. ഇനിയിപ്പോൾ എന്തായാലും എന്തെങ്കിലും ചെയ്തു കൊടുക്കണം രേവതിക്ക്. അവളിങ്ങനെ കരഞ്ഞിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കടമുറി എടുത്ത് പൂക്കട വെച്ച് കൊടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടേ. കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, എടാ അതിനൊക്കെ ഒരുപാട് കാശ് വേണം, അതുകൊണ്ട് അതൊക്കെ നിന്നെ കൊണ്ട് പറ്റുമോ? സെക്യൂരിറ്റിയൊക്കെ കെട്ടണ്ടേ? അത് കാരണം അത് നടക്കുന്ന കാര്യമല്ലെന്ന് പറയും. ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട്, അത് ശരിയാ, അതൊന്നും നടക്കില്ലല്ലേ? അപ്പം പക്ഷേ എനിക്ക് സ്വപ്നം കാണാമല്ലോ, എനിക്ക് അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കണമെന്നുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഞങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാണ് ആ പൂക്കട തുടങ്ങിയത്, ഒന്ന് മെച്ചപ്പെട്ട് വന്നതുമായിരുന്നു. എന്തായാലും അസൂയാലുക്കളുടെ മുമ്പിൽ തല ഉയർത്തി തന്നെ പിടിച്ച് നിൽക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ അമ്മയുടെ പരിഹാസത്തിന് അവളെ വിട്ടുകൊടുക്കാനും എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് കൂട്ടുകാരോട് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.